അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്കൈ ബ്ലോക്ക് എപ്പിസോഡിൻ്റെ സ്കൈ ബ്ലോക്ക് സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിന്ന് 2 പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഈ ഒരു ആനിമൽസിനെ ഇടാനും പിന്നെ നമ്മുടെ ട്രീ ഫാം പോലത്തെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് 2 പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം. അതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ടെമ്പററി ആയിട്ട് ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലത്തെ എപ്പിസോഡിൽ, അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഇത് ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇതേപോലത്തെ ഒരു സാധനം സെറ്റാക്കിയിട്ടുണ്ട്. മീൻസ് ഇതേപോലെ ഡേർട്ട് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ള് ഡേർട്ട് വെക്കണം. പക്ഷേ അതിനുള്ള ഡേർട്ട് എൻ്റെ ഇപ്പോൾ കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെക്കാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഡേർട്ട് കിട്ടുന്നത് കുറവാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അപ്പുറത്തും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അവിടെ ആനിമലിനെയും ഇവിടെ ട്രീസിനെയും നടാമെന്നാണ് വിചാരിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു തീം എന്ന് പറയുന്നത് ഫുള്ള് റൗണ്ടാണ് കേട്ടോ. സ്കൈ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് കോസി വൈബൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ റൗണ്ട് ഷേപ്പാണ് കേട്ടോ കൂടുതലും ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡേർട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ റൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഡേർട്ട് കുറവായതുകൊണ്ട് തന്നെ കുറച്ചാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ബ്ലോക്ക് മൈൻഡ് ചെയ്യാം. മാറ് ഓക്കെ മാറ്. അപ്പോൾ നമുക്ക് മൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു അയൺ കിട്ടിയിട്ടുണ്ട്, മൈൻഡ് ചെയ്യാം. എനിക്ക് എപ്പോഴാണ് ഇതിനകത്ത് സോംബിയും കാര്യങ്ങളൊക്കെ സ്പോൺ ആവാമെന്ന് അറിയത്തില്ല. സോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഫെൻസിനകത്ത് അങ്ങനെ ഒരു കൂട് പോലെ ഈ ഒരു ബ്ലോക്കിൻ്റെ 4 സൈഡിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓക്ക് ഫെൻസും അതുപോലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അതെടുത്ത് ഇവിടെ 4 സൈഡിലായിട്ട് ഇങ്ങനെ, അതുപോലെ ഇവിടെ ഇങ്ങനെ മീൻസ് ഗേറ്റ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ബ്ലോക്കും കൂടെ ഹൈ ആക്കാം. അപ്പം ഇതുപോലെ ഗേറ്റ് എടുത്ത് ഇങ്ങനെ വെക്കാം. തീർന്നു പോയി, ഇനി എടുത്തുകൊണ്ട് വരാം. സോ അതാ ഇതേപോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഞാൻ ഈ ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാം. ഈ വെളിയിൽ നിന്നുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ മൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സോ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഫില്ല് ചെയ്യണം. ഡേർട്ട് വെച്ചിട്ടാണ് ഞാൻ ഇത് ഫില്ല് ചെയ്യുന്നത്, കാരണം ഇവിടെ നമുക്ക് ട്രീ നടാനാണ്. സോ ഡേർട്ട് വെച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ഒരു റൗണ്ട് പോലെ ഫില്ല് ചെയ്യാം. സോ ബയോ പ്രോഗ്രസ് എന്നുള്ള ഒരു സാധനം ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു വില്ലേജർ വന്നിങ്ങനെ ആകാശത്തേറി നിൽക്കുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം എന്താ ഗ്നോമസാ അതെന്തിര് ബാക്ക് അടിക്കുക, അപ്ഗ്രേഡ് ഗ്നോം സ്പീഡ്. ഇവിടെ ബയോം കാണിക്കുന്നുണ്ട്. ബയോമിൽ പ്ലെയിൻസും പിന്നെ കേവും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കുന്നേ? ഓക്കെ, ഇതാ പ്ലെയിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൈസ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കിട്ടി. പ്ലെയിൻസ് ബാക്ക് അടിക്കാം. ഗ്നോമസ് അതിൻ്റെ സാധനം അപ്ഗ്രേഡ് ഗ്നോം സ്റ്റോറേജ്, ഹയർ ഗ്നോം. ഇതൊക്കെ എന്തൊരു സാധനം? ഇത് ഞാൻ ഇതൊരു കണ്ടിട്ടില്ലല്ലോ. ഐ ഡോണ്ട് നോ ഗൈസ്, ഇതൊക്കെ എന്താണ്? എനിക്ക് വേണ്ടതൊന്നും ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഇങ്ങനെയൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. വാട്ട്സ് ദാറ്റ്? നമുക്ക് ഞാൻ തറയിൽ വെച്ചു കൊടുത്തു. യു കനോട്ട് പ്ലേസ് എ ബയോം ബ്ലോക്ക് ഹിയർ. വാട്ട്സ് വാട്ട് ദ ഗൈസ്? നമ്മുടെ 1 ബ്ലോക്കിൻ്റെ ഒരു സാധനം പോലെ ഈ ഒരു സാധനമായി. അയ്യോ, എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഇതൊക്കെ എന്തൊരു സാധനമാണ്? ഞാൻ ഇങ്ങനത്തെ ഒന്നും അല്ലല്ലോ കണ്ടിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഡേർട്ടാക്കി തന്നെ വെച്ചിരിക്കാം. ഇതൊക്കെ എന്തിനാണ് ഗൈസ്? ആ ഒരു സാധനം പറന്ന് മേപ്പോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതെന്താണ് ഈ സംഭവിക്കുന്നത് ഗൈസ്? കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ക്രീപ്പർ സ്പോണായിട്ട്, ആദ്യമായിട്ടാണ് ഒരു ക്രീപ്പർ സ്പോണായത്. അപ്പോൾ ഞാൻ അതിനെ എങ്ങനെയും കൊല്ലാനുള്ള പരിപാടിയിലാണ്. ഇങ്ങനെയൊക്കെ പണിഞ്ഞേക്കുന്നതുകൊണ്ട് അതിനെന്നെ കാണാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സ്പോട്ട് ഇടയിൽ കൂടെ വെച്ച് ഞാനങ്ങ് കൊല്ലുന്നുണ്ട്. അയ്യോ, പ്രത്യേകിച്ച് പേടിക്കൊന്നുമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഓൾറെഡി ഒരു പൂട്ടിക്കെട്ട് വെച്ചത് കൊണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡേർട്ട് വെച്ചിട്ട് ഇവിടെ ഫുള്ള് റൗണ്ടിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്കിനി ഈ ഒരു ഓക്കിൻ്റെ ലോഗോ വെച്ചിട്ട് ഒരു വട്ടത്തിലൊരു സാധനം സെറ്റാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് വേണം, മീൻസ് ഒരു ബോർഡർ പോലത്തെ ഒരു സാധനം, ഒരു ഗേറ്റൊക്കെ പോലെ, ഒരു മതിലൊക്കെ പോലെ
ആ ഒരു സാധനമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിങ്ങനെ വട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ഇതുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ലോഗോ വെച്ചിട്ടുള്ളത്. ആൻഡ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു, തറ വീണായിരുന്നു താഴ്ഭാഗത്തായിട്ട്. സീനില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പെട്ടെന്നാണ് ഗൈസ് എല്ലാം കാണുന്നത് നിങ്ങളല്ലേ. അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ഷോർട്ടായിട്ട് തോന്നും, പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലോങ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കുറേ സാപ്ലിംഗ് ഒക്കെ നട്ടു വെച്ചു. നമുക്കിനി വുഡിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നടാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ ഫുള്ള് ഫെൻസ് വെച്ചിട്ട് അടച്ചു. അപ്പോൾ അത് ഒരു മരം ഓൾറെഡി വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കിട്ടുന്നതിനനുസരിച്ചൊന്ന് നടാം കേട്ടോ. പിന്നെ ഒരേ ഒരു മോബ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തുള്ളത്, ബാക്കിയെല്ലാം താഴെയൊക്കെ പോയി, അങ്ങനെയൊക്കെ ഡെഡായിപ്പോയി. ഇപ്പോൾ ഈ ഒരു പിഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും സെറ്റ് ചെയ്യണം കേട്ടോ. അത് ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഈ ഒരു ഡേർട്ട് കിട്ടാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡേർട്ട് കിട്ടാൻ നല്ല കുറവായതുകൊണ്ട് അപ്പോൾ അതാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രോഗ്രസ് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റല്ലേ? അതെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.